സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല നാടൻ കാരി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. കാരി തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് മസാല പുരട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇവനെ നാടൻ ഫ്രൈ ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് മസാല ചേർക്കാൻ പോവാം. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി കുഴിവുള്ള ഒരു പാത്രം എടുത്ത് ഇനി ഇതിലോട്ട് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ആവശ്യത്തിനനുസരിച്ച്. ഇതൊരു 1.5 കിലോ കാരിയുണ്ട്. 1.5 കിലോ കാരിക്ക് ആനുപാതികമായിട്ട് എടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 25 വെളുത്തുള്ളിയും കൂടെയാണ് അരച്ചെടുത്തത്, ഗാർലിക് പേസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നല്ലതായിട്ട് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ചേർത്തു. അതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ നാടൻ കാരി വറുത്തെടുക്കുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണിത്. ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുക. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴുകി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന കാരി ഇതിനകത്ത് ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി സ്വല്പം വെള്ളവും എണ്ണയും കൂടെ വേണം ചേർക്കാം, നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ. ഞാൻ ഏതാ താല്പര്യം, വെള്ളം ചേർക്കാനോ എണ്ണ ചേർക്കാനാണോ? നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ മസാല നന്നായിട്ട് അധികം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നാരങ്ങാനീര് വേണ്ടവർക്ക് ചേർക്കാം. നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നില്ല. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് അവനെ ഒന്ന് ഒരു ചെറിയ ലിക്വിഡാക്കുന്നു. സ്വല്പം വെള്ളം ചേർത്തു അവനൊരു പേസ്റ്റാക്കി എടുക്കണം, നല്ല പേസ്റ്റാക്കി. ഇതാണ് നമ്മൾ കാരിയാൽ തേച്ച് പുരട്ടി പിടിപ്പിക്കുന്നത്, മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് അവനത് ഇങ്ങനെ ഒരു പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനകത്ത് ഗാർലിക് പേസ്റ്റുണ്ട്, അതുപോലെ തന്നെ കുരുമുളകുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ, ഉപ്പുമുണ്ട്. അധികം നമ്മൾ ചേർക്കുന്നില്ല. ഇത് ശരിക്കും അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാരിക്ക് നല്ല ടേസ്റ്റ് കിട്ടും വറുത്ത് കഴിയുമ്പോൾ. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാരി ഇതിനകത്തോട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാല കാരിയിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഗാർലിക് നല്ല മസാല പേസ്റ്റാക്കി വെച്ച് ഇതിനോട്ട് നമുക്ക് കാരി ഇട്ട് കൊടുക്കാം. കാരി ഇട്ട് കൊടുത്തു. കണ്ടോ, നല്ല ഫ്രഷ് കാരി തൊലി പൊളിച്ചിട്ടോ. നല്ല ഈ മഴക്കാലത്ത് കിട്ടുന്ന കണ്ടത്തിൽ നിന്ന് കയറി വന്നതാണ്, കരയ്ക്ക് കയറി വന്നതാണിത്. ഈ മഴ പെയ്യുമ്പോൾ കരയ്ക്ക് കയറി വരുന്നതാണ്. ശരിക്കും അവനെ കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം, എന്നാലേ ഉള്ളൂ എല്ലായിടത്തും പിടിക്കുകയുള്ളൂ. കാരി പൂർണ്ണമായിട്ട് കണ്ടോ, നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് പേസ്റ്റായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണം. നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് തിരുമണം. അതിൻ്റെ കണ്ടോ, നല്ലതായിട്ട് പേസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് മസാല തിരുമ്മി പിടിക്കണം. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറക്കണം. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ ഇനി ഞങ്ങൾ വറക്കുകയുള്ളൂ. മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. ഉപ്പ് നോക്കിക്കേ, ഉപ്പ് ആവശ്യത്തിനില്ലേ? വേണോ? ഇപ്പം ലേശ മസാല എടുത്ത് നോക്കിയാൽ ഉപ്പ് കറക്റ്റായിട്ട് അറിയാം. ഉപ്പ് അധികം കൂടുതൽ ചേർക്കരുത്, ആവശ്യത്തിന് ചേർക്കാവുള്ളൂ. തിരുമ്മി കഴിയുമ്പോൾ ഈ ഉപ്പിരുന്ന് പിടിച്ചോളും. കണ്ടോ, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി നന്നായിട്ട് തിരുമുക. നല്ല നാടൻ കാരിയാണ്, ഏറ്റവും ടേസ്റ്റുള്ള മീനാണ്.
കാരി എന്ന് പറയുന്നത്. അത് നാടൻ കാരി. നമ്മൾ വളർത്തുമീൻ ആയിരിക്കരുത്. ഇത് കണ്ടത്തിൽ നിന്ന് കയറി വന്നതാണ്. വല ഇട്ട് അവർ പിടിക്കാൻ നോക്കി, പക്ഷേ വെള്ളം കയറി വന്നു. അവർ ഇത് ഇങ്ങനെ പൊത്തിപ്പിടിച്ചതാണ്. പൊത്തിപ്പിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കുട്ടനാട് ഏരിയയിലെല്ലാം വെള്ളം കയറുമ്പോൾ ഈ കാരി കരയ്ക്കോട്ട് കയറി വരും. ഊത്ത ഇളക്കം എന്ന് പറയും. ആ ഊത്ത ഇളക്കത്തിൽ കിട്ടിയതാണ് കാരി. വലയെ പോലും ഉടക്കില്ല, അത്രയും ഫ്രഷ് സാധനമാണ്. എന്നിട്ട് അവരത് അതിനെ കൊന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കിയാണ് അവർ തന്നത്. നീണ്ടൂർ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. കണ്ടത്തിൻ്റെ സൈഡിലുണ്ട് ഇഷ്ടം പോലെ. ഏറ്റവും ടേസ്റ്റുള്ള അതാണ് കാരി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ രുചി കരിമീനെ കഴിഞ്ഞ ടേസ്റ്റാണ് കാരി വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ മസാല പുരട്ടി അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കഴിയുമ്പോൾ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. പള്ളത്തി വറുത്തതിനെ കഴിഞ്ഞ് വരാൽ വറുത്തതിനെ കഴിഞ്ഞും ഒക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് കാരി. നമുക്കിന്ന് മാഗ്നേറ്റ് ചെയ്ത ഒരു അരമണിക്കൂർ വെച്ചാലോ. ഇതേ മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ മസാല. കാരി രണ്ടായിട്ട് മുറിച്ച്, മീഡിയം സൈസ് കാരിയാണ്, അത് രണ്ടായിട്ടേ മുറിച്ചിട്ടുള്ളൂ. കണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല. ഇനി വറുത്ത് കഴിയുമ്പോൾ ഉണ്ടോ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരമണിക്കൂർ എന്നാൽ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഓക്കെ, വറക്കുന്നതിന് വേണ്ടി നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചു. ആവശ്യത്തിന് നോൺ സ്റ്റിക്ക് പാത്രം ചൂടായി വരുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് കണ്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കാരി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ വറക്കാൻ കാരി എടുക്കുന്നത്. വലിപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് വീതിട്ടോ. ഇട്ട് അതിൻ്റെ ആ കാരി രണ്ടായിട്ടാണ്. വലിയ കാരി 3ആയിട്ടും ഇടത്തരം കാരി 2ആയിട്ടുമാണ് മുറിച്ചിരിക്കുന്നത്. വെച്ച് കൊടുക്കുന്നു വറക്കാൻ വേണ്ടി. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നു നല്ലതായിട്ട്. അതെടുത്തോ, നീളമുള്ള എടുത്തോ. 2 പാത്രത്തിലായിട്ടാണ് നമ്മൾ ഒറ്റയടിക്ക് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇത്രയും എണ്ണ വേണം. കാരണം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി എണ്ണ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുപോലെ നോക്കി നല്ല നമ്മൾ ബ്ലോക്ക് ഇഷ്ടിക അടുക്കി വെക്കുകയില്ല. അതായത് ടൈലൊക്കെ കറക്റ്റായിട്ട് അടുക്കി കൊടുക്കണം. ഒട്ടും ഗ്യാപ്പ് കളയാതെ. എന്നാലേ നമുക്ക് മാക്സിമം അതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടാനും സാധിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ദശ കട്ടി കൂടുതലുള്ള പീസുകൾ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വാല് നമ്മൾ അടുത്ത നോൺ സ്റ്റിക്ക് ചീൻചട്ടിയിൽ വെക്കും. ഇനി ഒരു ചെറിയ കഷ്ണം കൂടെ വെക്കാം. ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ നമ്മുടെ ചീൻചട്ടി ഫില്ലായി. മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് വേണം ഇപ്പം വേകാൻ. ഇനി നമുക്ക് ഇപ്പം കറക്റ്റ് ഫില്ല് ചെയ്ത് ഇനി ഒട്ടും ഗ്യാപ്പില്ല വെച്ച് ഇനി നമുക്ക് അടുത്ത ചീൻചട്ടി വെക്കാം. എണ്ണ തിളച്ച് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. കാരി നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിരുന്ന് നന്നായിട്ട് വെന്ത് മുരിയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തേക്കാം. ചെറിയ ഫ്ലെയിമിലേ നിങ്ങൾ വെക്കാവുള്ളൂ കേട്ടോ. ഒന്നൊന്ന് മൂടി വെച്ച് കൊടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു പോകാം. ഇപ്പം മിച്ചമുള്ളത് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് വെക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നോൺ സ്റ്റിക്ക് പാത്രം ചൂടായി വരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇത്രയും വെളിച്ചെണ്ണ വേണം. ഈ വെളിച്ചെണ്ണ ചൂടായി വരും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരി വെച്ച് കൊടുക്കാം. മുമ്പേ മറ്റേ പാനെ വെച്ചതിൻ്റെ മിച്ചമുള്ളതാണ് ഇതിനകത്ത് വെക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ പണി തീർക്കുവാണ്. കണ്ടോ, നമ്മൾ മാംസം കൂടുതലുള്ള വശം തലയുടെ ഭാഗം വരുന്നത് നമ്മൾ അതിനകത്ത് വെച്ച്. ഇതിപ്പം വാലാണ് വെക്കുന്നത്. വാലിങ്ങനെ ഓരോന്ന് അടുക്കി വെക്കുവാണ്. സൂക്ഷിച്ച് വെച്ച് കൈ മറയാതെ വെക്കണം. അടിപൊളി. എണ്ണ ചെറു ചൂടായി വരുന്നുണ്ട്. വാല് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വറക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് മറിച്ചിടാനും ഒക്കെ.
വാല് തന്നെ സെപ്പറേറ്റ് നല്ല ടേസ്റ്റായിരിക്കും വാല് വറുത്ത് വരുമ്പോൾ. ഇത് മറ്റേ വരാലിനെ കൂട്ടുമല്ല, ഈ കാരിയുടെ ആകുമ്പം മുള്ളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. വാലിനും നല്ല ടേസ്റ്റായിരിക്കും, നന്നായിട്ട് മുരിക്കും. അപ്പം നമ്മൾ വാലെല്ലാം വെച്ചു, വാൽഭാഗം വെച്ചു. ഇനി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കൈ കൊണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. ആ കണ്ടോ, അപ്പോൾ നമ്മുടെ കാരി ഇരുന്ന് ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇങ്ങനെ രണ്ടായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വാലെല്ലാം ഒരു പാനിലും തലഭാഗം വേറെ ഇതും വെച്ച് കഴിഞ്ഞാൽ മറിച്ചിടാൻ നമുക്ക് എളുപ്പമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ഇരിക്കത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഒരേ വേവും കിട്ടും. ഇതിനെല്ലാം ഒരു വേവ് മതി. അതായത് വാലറ്റം വരുന്ന ഈ ഭാഗത്തിനെല്ലാം ഒരു വേവ് മതി. മറ്റേതെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി കൂടുതൽ വേവ് വേണം, അതിന് കുറച്ച് ദശ കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കാരി നന്നായിട്ട് വറന്ന് മൊരിഞ്ഞ് കിട്ടും. ഒക്കെ നന്നായിട്ടിരുന്ന് ചെറിയ ഫ്ലെയിമിൽ ഇരുന്ന് വേകട്ടെ. കണ്ടോ, നല്ല അടിപൊളിയാണ്, ഏറ്റവും ടേസ്റ്റുള്ള മീനാണ്. നിങ്ങൾ പറയണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരിക്കാണോ ടേസ്റ്റ്, കാരിയൊക്കെ ടേസ്റ്റുള്ള വേറെ ഏത് മീനാണ് എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. കാരി വറക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം ഇനി കാരിക്കാണോ കൂരിക്കാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. അതായത് മഞ്ഞക്കൂരിയൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. അതുപോലെ വരാലിനെ കഴിഞ്ഞ് മസാലയൊക്കെ ശരിക്കും പിടിച്ച് അടിപൊളി ടേസ്റ്റ് നമ്മുടെ ഈ കാരിക്ക് തന്നെയാണ്. നന്നായിട്ട് ഈ വാലറ്റം മൊരിഞ്ഞ് വരുന്ന ഈ ചെറിയ പാൻ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചു. മൂടിയിരിക്കട്ടെ. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നു. നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് മുറിഞ്ഞ് തുറന്ന് നമുക്ക് മറിച്ചിടാൻ പോവുകയാണ്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടയാതെ തന്നെ നമുക്ക് മറിച്ചിടാം. കണ്ടോ, നന്നായിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ സൂക്ഷിച്ച് മറിച്ചിടുക. നല്ല അടിപൊളി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. മറിച്ചിടുക. നല്ല കാരി ഫ്രൈ. ഇനി മറുവശവും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി ചോറിൻ്റെ കൂടെ അടിക്കാം. അടിപൊളിയായിട്ട് പൊരിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് മറിച്ചിടുക. ഒട്ടും ഉടഞ്ഞിട്ടില്ല. നമ്മളൊട്ടും ഗ്യാപ്പില്ല ഇടാതെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഉടഞ്ഞു പോകാതെ മറിച്ചിടണം. ഓരോന്നോരോന്ന് വീതം മറിച്ചിടുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് മറിച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പോർഷൻസ് ചട്ടുകത്ത് ഇരുന്നെന്നിരിക്കും. എന്താണ് മറിച്ചിടുക. അടിപൊളി, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. മറ്റു വശവും കൂടെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറാണ്. അടിപൊളി മസാല നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഒരു വശം. ഇനി സ്വല്പം ഒന്ന് മൂടി വെച്ചേക്കാം. മറ്റേ വശം കൂടെ ശരിക്കിരുന്നൊന്ന് മുരിയട്ടെ. ഇവിടെ വാൽവശം എന്തോ നോക്കാം. വേറെ ഇതിനകത്ത് വെച്ച് തുറന്നോ. നമ്മുടെ വാൽ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അടിപൊളി. അത് നമുക്കിതുപോലെ മറിച്ചിടുക. ഇതിൻ്റെ ദശ കുറവായതുകൊണ്ടാണ്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൂടി രണ്ടെണ്ണം വീതം നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടോ. കണ്ടോ, അത് നല്ല വറന്ന് റെഡിയാകുന്ന പോലെ മുരിഞ്ഞിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനിപ്പം പ്രത്യേക ടേസ്റ്റാണ്. കാരി എന്ന് പറയുമ്പോൾ ഒരു നങ്കിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ വരുന്നതാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവൻ രാജാവാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതെ, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വാല് നമ്മൾ സെപ്പറേറ്റ് ഇട്ടുകൊണ്ട് കണ്ടോ, ഒരേ മുണക്ക് വെന്ത കണ്ടോ, ഒരേ ഉണ്ടോ. മറ്റേ ദശയുള്ള വശത്തിന് കുറച്ചും കൂടെ കൂടുതൽ വേണം കണ്ടോ.
അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ, അടിപൊളി. ആ ഇത് കൂട്ടി അങ്ങോട്ട് ചോറ് ഉണ്ണണം, സൂപ്പറായിരിക്കും. ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളി കണ്ടോ, സൂപ്പറായിട്ട് വശം പൊരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ടെന്ന് നോക്കി. അപ്പുറത്തെ വശം കൊണ്ട് ഇതുപോലെ മെരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ചേര്, ബാക്കി കൂടി മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ കാരി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 2 വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ വേണം വേകാൻ. കണ്ടോ മറ്റേ വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കണ്ടോ 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 നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ, ആ 2 വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മറിച്ചിടുക. ഇനി നമുക്കിത് ചോറിനൂടെ കഴിക്കാം. കണ്ടോ നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാരി ഫ്രൈ, നാടൻ കാരി ഫ്രൈ. അപ്പം നിങ്ങൾ ഇച്ചിരി സമയം കൂടുതലെടുത്താലും ഫ്ലെയിം മീഡിയമേ വെക്കാവുള്ളൂ, ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇത് നമ്മുടെ തലവശമാണ്, ദശ കൂടുതലുള്ള ഭാഗമാണ്, അതുകൊണ്ട് നമ്മൾ വലിയ പാനിനകത്താണ് വെച്ചത്. കണ്ടോ സെപ്പറേറ്റ് വെച്ച് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാല് വെച്ച ചെറിയ പാന്. കണ്ടോ പാലറ്റ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നാടൻ കാരി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ എന്നാ കളറാണെന്ന് നോക്കി, അടിപൊളി. കണ്ടോ 2 സൈഡും ഒന്ന്, മറ്റേ സൈഡൊന്ന് പൊക്കി കാണിച്ചേ. കണ്ടോ 2 സൈഡും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ അടിപൊളിയായിട്ട് മുരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കടിച്ച് കറന്ന് പറഞ്ഞ് കടിച്ച് തിന്നണം, ഏറ്റവും ടേസ്റ്റാണ്. ഇത് ഓഫ് ചെയ്തു, ഇനി തീ ഓഫ് ചെയ്തു. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കണ്ടോ 2 വശവും. അതിനു വേണ്ടിയാണ് നമ്മൾ കാരിയുടെ 2 ദശ കുറവുള്ള വാലറ്റവും ദശ കൂടുതലുള്ള തലയുടെ വശവും 2ആയിട്ട് മുറിച്ചുകൊണ്ട് 2 പാത്രത്തിൽ വെച്ചു. ദശയുടെ വലുപ്പം ഇതുണ്ടോ, അതുകൊണ്ട് ഇതെല്ലാം ഒരുപോലെ മുരിഞ്ഞ് കിട്ടി. കണ്ടോ ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് മുരിഞ്ഞു. ഇതാണ് നമ്മുടെ നാടൻ കാരി ഫ്രൈ, അതിൻ്റെ വാൽ സൈഡ്. ഇതാണ് ദശയുള്ള സൈഡ്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ദശ കൂടുതലുള്ള സൈഡും ദശ കുറവുള്ള സൈഡും അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് സൂപ്പറായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇതാണ് ദശ കൂടുതലുള്ള സൂപ്പറായിട്ട് മുരിഞ്ഞ് ഫ്രൈ ചെയ്തിട്ടുള്ള നാടൻ കാരിയുടെ ദശ കൂടുതലുള്ള ഭാഗം. ഇത് അടിപൊളിയായിട്ട് എല്ലാ കഷ്ണവും ഒരുപോലെ വെന്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് വാൽ ഭാഗം. കഷ്ണത്തിന് കുറവുള്ള, അതായത് വാലറ്റമാണ്. അത് നന്നായിട്ട് മുരിയാൻ വേണ്ടി ചെറിയൊരു പാനിനകത്താണ് വെച്ച് അത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു എവരി വൺ. താങ്ക് യു.